ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നോക്കുക, on 1st January 2025, Ajay of Kollam consigned to Suresh of Thiruvananthapuram 100 units of toys at a cost of rupees 200 each. Ajay paid rupees 500 for packing, rupees 400 for freight, and rupees 600 for insurance. Suresh, on receiving the goods, spent rupees 100 for go down rent and rupees 300 as other expenses. He is entitled to 5% commission on sales. He sells all the goods at rupees 250 per unit by 31st March 2025. Write journal entries in the books of Ajay and prepare important ledger accounts in his books, assuming that Suresh sends the balance due to Ajay. അതായത് ഇവിടെ നമ്മളോട് ചെയ്യാൻ പറയുന്നത് എന്താണ്? കൺസൈനറുടെ ബുക്കിൽ ജേർണൽ എൻട്രിയും കൺസൈനറുടെ ബുക്കിൽ നമ്മൾ വരക്കുന്ന ലെഡ്ജർ അക്കൗണ്ടും വരക്കാനാണ്. ഓക്കെ, അപ്പോൾ കൺസൈനറുടെ ബുക്സിൽ അല്ലെങ്കിൽ കൺസൈനറുടെ ബുക്സിൽ നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൺസൈനറുടെ ബുക്കിൽ നമ്മൾ വരക്കുന്ന ലെഡ്ജർ അക്കൗണ്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. നോക്കാം, ജനുവരി 1 അജയ് ഓഫ് കൊല്ലം കൺസൈൻ ടു സുരേഷ് ഓഫ് തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനി. സാധനം അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ആളാണ് കൺസൈനർ. അല്ലെങ്കിൽ ആരാണോ, ഇപ്പോൾ ഇവിടെ നോക്കിയ അജയ് ഓഫ് കൊല്ലം കൺസൈൻഡ് ടു സുരേഷ് ഓഫ് തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് കൺസൈൻ ചെയ്യുന്ന വ്യക്തി, അതായത് സെൻഡ് ചെയ്യുന്ന വ്യക്തി ആരാണ്? അജയ് ഓഫ് കൊല്ലം. അജയ് ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അജയ് ആണ് ആര്? കൺസൈനർ. ഓക്കെ, ആർക്കാണിത് റിസീവ് ചെയ്യുന്നത്? സുരേഷ് ഓഫ് തിരുവനന്തപുരത്തിനാണിത് റിസീവ് ചെയ്യുന്നത്. സുരേഷ് ആണ് റിസീവ് ചെയ്യുന്നത്. സുരേഷ് ആണ് കൺസൈനി. അപ്പൊ ആ കാര്യം ആദ്യം മനസ്സിലാക്കാം. അജയ് ആണ് കൺസൈനർ, സുരേഷ് ആണ് കൺസൈനി. ഇനി നോക്കാം, 100 units ഓഫ് ടോയ്സ് അറ്റ് എ കോസ്റ്റ് ഓഫ് rupees 200 ഈച്ച്. 100 യൂണിറ്റ് ടോയ്സ് ആണ് സെൻഡ് ചെയ്യുന്നത്. അതായത് കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്ന യൂണിറ്റ് 100 യൂണിറ്റ് ആണ്. അറ്റ് എ കോസ്റ്റ് ഓഫ് rupees 200 ഈച്ച്. കോസ്റ്റ് പ്രൈസിനാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 100 യൂണിറ്റ് ടോയ്സ് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനാണ്, ഇൻവോയ്സ് പ്രൈസിനല്ല. എത്ര രൂപക്കാണ് സെൻഡ് ചെയ്യുന്നത്? 200 രൂപക്കാണ് സെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റിന് 200 രൂപക്കാണ്. 200 ഈച്ച് എന്നാണ് പറഞ്ഞത്. ഒരു യൂണിറ്റിന് 200 രൂപക്കാണ് ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ടോയ്സ് സെൻഡ് ചെയ്യുന്നത്. കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്നത്. ദെൻ അജയ് പെയ്ഡ് rupees 500 ഫോർ പാക്കിംഗ്, rupees 400 ഫോർ ഫ്രൈറ്റ് ആൻഡ് rupees 600 ഫോർ ഇൻഷുറൻസ്. അജയ് എന്ന് പറയുന്ന വ്യക്തി കൺസൈനർ ആണ്. അപ്പൊ കൺസൈനറുടെ എക്സ്പെൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മൊത്തം ടോട്ടൽ 400, 600, 500, മൊത്തം 1500 ആണ് കൺസൈനറുടെ എക്സ്പെൻസ് വരുന്നത്. ദെൻ സുരേഷ് ഓൺ റിസീവിംഗ് ദ ഗുഡ്സ് സ്പെൻഡ് rupees 100 ഫോർ ഗോ ഡൗൺ റെന്റ് ആൻഡ് 300 ഫോർ അതർ എക്സ്പെൻസസ്. അപ്പോൾ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി കൺസൈനിയാണ്. അപ്പോൾ കൺസൈനിയുടെ എക്സ്പെൻസ് ആണ് തന്നിട്ടുള്ളത് 100, 300, 400 രൂപ. ദെൻ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു 5% കമ്മീഷൻ ഓൺ സെയിൽസ്. സെയിൽസിന്റെ മുകളിൽ 5% കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇനി സെയിൽസ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഹി സെൽസ് ഓൾ ദ ഗുഡ്സ് അറ്റ് rupees 250 പെർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിന് 250 രൂപ വെച്ചിട്ടാണ് സുരേഷ് ടോയ്സ് വിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100 യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ യൂണിറ്റും സോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഹി സെൽസ് ഓൾ ദ ഗുഡ്സ്, എല്ലാ ടോയ്സും സോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടോയ്ക്ക് 250 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ 100 ടോയ്സിന് എത്ര വരും? 100 × 250 വരും. ഓക്കെ, ഇനി ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യുക? ആദ്യം ജേർണൽ വരക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ജേർണൽ വരച്ചിട്ടുണ്ട്. ഇനി നോക്കാം, ആദ്യത്തെ നമുക്കറിയാം ജേർണൽ എൻട്രി ഇന്ന് കൺസൈനറുടെ ബുക്കിലാണ് നമ്മൾ ഇത് വരക്കുന്നത്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ. കൺസൈനർ ആരാണ്? ഇൻ ദ ബുക്സ് ഓഫ് അജയ് ഓഫ് കൊല്ലം. അജയുടെ ബുക്കിലാണ് നമ്മൾ വരക്കുന്നത്. മെയിൻ ഹെഡിങ് കൊടുക്കുക. ദെൻ ജേർണൽ എൻട്രീസ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ് അങ്ങനെ കൊടുക്കുക. ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി ആണ്. ജേർണൽ എൻട്രി എന്താണ് പറഞ്ഞേ? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്നുള്ളതാണ്
ആദ്യത്തെ ജേണൽ എൻട്രി വരുന്നത്. ഡേറ്റ് എപ്പോഴാണ്? 1 ജനുവരി 2025 ആണ്. എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ, 100 യൂണിറ്റ് ഓഫ് ടോയ്സ് ആണ് സെൻഡ് ചെയ്യുന്നത്, കൺസൈൻ ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 200 രൂപ വെച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കി എത്ര രൂപക്കായിരിക്കും മൊത്തം ഗുഡ്സും കൺസൈനിക്ക് അയച്ചിട്ടുണ്ടാവുക? 100 യൂണിറ്റ് ഓഫ് ടോയ്സ്, 100 ടോയ്സ് ആണ് അയക്കുന്നത്. ഒരു ടോയ്ക്ക് എത്ര രൂപയാണ്? 200 രൂപയാണ്. അപ്പൊ 100 × 200 ആണ് ടോട്ടൽ വാല്യൂ വരിക. 100 യൂണിറ്റ് ടോയ് ആണ് അയക്കുന്നത്. 100 യൂണിറ്റ് ടോയ് ആണ് അയക്കുന്നത്. ഒരു യൂണിറ്റിന് 200 രൂപയാണ്. ഒരു യൂണിറ്റിന് 200 രൂപ. 100 യൂണിറ്റിന്റെ വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 × 200 ചെയ്താൽ മതി. അപ്പൊ നറേഷൻ എന്ത് കൊടുക്കണം? കൺസൈൻമെന്റ് ഓഫ് 100 യൂണിറ്റ്സ് അറ്റ് 200 ഈച്ച്. 100 × 200 ഇതാണ് നറേഷൻ കൊടുക്കുന്നത്. എത്ര വരും? 20,000 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ 20,000, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റിൽ ക്രെഡിറ്റിൽ 20,000. ഓക്കെ, ഒന്നാമത്തെ ജേണൽ എൻട്രി കഴിഞ്ഞു. അതായത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഇനി നോക്കി രണ്ടാമത്തെ എൻട്രി എന്താ വരിക? അജയ് പെയ്ഡ് ₹500 ഫോർ പാക്കിംഗ്, 400 ഫോർ ഫ്ലൈറ്റ്, 600 ഫോർ ഇൻഷുറൻസ്. അതായത് അജയ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ആരാണ്? കൺസൈനർ ആണ്. കൺസൈനറുടെ എക്സ്പെൻസ് പേ ചെയ്യുകയാണ്. അപ്പൊ കൺസൈനർ എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ ജേണൽ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് പോകുന്നതാണ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഡേറ്റും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് സെയിം ഡേറ്റ് തന്നെ ആയിരിക്കും. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അതായത് ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ക്യാഷ് പോകുന്നത് കൊണ്ടാണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, നറേഷൻ എന്താണ്? എക്സ്പെൻസസ് ഓഫ് കൺസൈനർ. ഇനി ഇവിടെ എഴുതുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ കാണിച്ചാൽ മതി. അതായത് 500 പ്ലസ് 400 പ്ലസ് 600 ടോട്ടൽ എത്ര വരും? 1500 രൂപ. ഓക്കെ, കൺസൈനറുടെ എക്സ്പെൻസിന്റെ ജേണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? സുരേഷ് on receiving the goods spend ₹100 for go down rent and 300 as other expense. അതായത് കൺസൈനിയുടെ എക്സ്പെൻസ് വരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനിയുടെ എക്സ്പെൻസും ആര് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്? കൺസൈനർ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരുന്നത് എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി. ഇവിടുത്തെ കൺസൈനി ആരാണ്? പേര് തന്നെ എഴുതിയാൽ മതി, സുരേഷ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സുരേഷ്, അതായത് സുരേഷിന്റെ എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ഓഫ് കൺസൈനി എത്രയാണ്? ടോട്ടൽ എക്സ്പെൻസ് 100 പ്ലസ് 300 എത്ര രൂപയാണ്? 400 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ജേണൽ എൻട്രി വരും. ഇനി എന്താ പറയുന്നത്? ഹിസ് എൻറ്റൈറ്റിൽ ടു 5% കമ്മീഷൻ. അപ്പൊ അടുത്ത എൻട്രി കമ്മീഷന്റെ എൻട്രി ആണ് എഴുതേണ്ടത്. പക്ഷേ കമ്മീഷന്റെ എൻട്രി നമ്മൾ കമ്മീഷൻ കാണുന്നത് ഇതിന്റെ മുകളിലാണ്, സെയിൽസിന്റെ മുകളിലാണ്. അപ്പൊ ആദ്യം ഏത് എൻട്രി എഴുതണം? സെയിൽസിന്റെ എൻട്രി എഴുതണം. അതിനുശേഷം മാത്രം ഏതിന്റെ എൻട്രി എഴുതാം? കമ്മീഷന്റെ എൻട്രി എഴുതാം. കാരണം സെയിൽസ് നടന്നു കഴിഞ്ഞാൽ സെയിൽസിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണുന്നത്? കമ്മീഷൻ കാണുന്നത്, അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം സെയിൽസിന്റെ എൻട്രി ചെയ്ത ശേഷം എന്ത് ചെയ്യുക? കമ്മീഷന്റെ എൻട്രി ചെയ്യുക. എന്താണ് സെയിൽസിന്റെ എൻട്രി എന്ന് പറയുന്നത്? കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് എന്നുള്ളതാണ് സെയിൽസിന്റെ എൻട്രി വരിക. ഓക്കെ, വിൽക്കുന്നത് എപ്പോഴാണ്?
31 മാർച്ച് 2025 വിൽക്കുന്നത്. എൻട്രി എന്തായിരുന്നു? കൺസൈനി അക്കൗണ്ട് അപ്ഡേറ്റ് ടു കൺസൈൻമെന്റ് ആണ്. ഇവിടുത്തെ കൺസൈനി ആരാണ്? സുരേഷ് ആണ്. അപ്പൊ സുരേഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കൺസൈൻമെന്റ്. ഇതാ സെയിൽ ഓഫ് 100 യൂണിറ്റ്സ് അറ്റ് റുപ്പീസ്. എത്ര രൂപക്കാണ് വിൽക്കുന്നത്? എല്ലാ യൂണിറ്റും സോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്? 250 ആണ്. 250 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ എത്ര വരും? 100 യൂണിറ്റ്, ഒരു യൂണിറ്റ് 250 രൂപ വെച്ചിട്ടാണെങ്കിൽ 100 യൂണിറ്റിന് 100 ഇൻറ്റു 250 എത്ര വരും? 25,000 രൂപക്കാണ് മൊത്തം ആ ഗുഡ്സ് അല്ലെങ്കിൽ ടോയ്സ് വിൽക്കുന്നത്. അപ്പോൾ ഇതാണ് സെയിൽസിൻ്റെ എൻട്രി. എന്താണ്? സുരേഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കൺസൈൻമെന്റ് എന്നുള്ളതാണ്. 25,000 രൂപയാണ് വരിക. അതായത് ഇവിടെ പറഞ്ഞത് ഓൾ ദ ഗുഡ്സ്, അതായത് മൊത്തം ഗുഡ്സും സോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റ് പെർ യൂണിറ്റിന് 250, ഒരു യൂണിറ്റിന് 250 ആണ്. അപ്പോൾ 100 യൂണിറ്റിന് 100 ഇൻറ്റു 250 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ സെയിൽസിൻ്റെ മുകളിലാണ് 5% കമ്മീഷൻ ആർക്ക് കിട്ടുന്നത്? കൺസൈനിക്ക് കിട്ടുന്നത്. കൺസൈനിയുടെ കമ്മീഷൻ്റെ ജനറൽ എൻട്രി എന്ത് തന്നെയാണ് വരിക? കൺസൈനിയുടെ എക്സ്പെൻസിൻ്റെ സെയിം എൻട്രി ആണ് എന്താണ്? കമ്മീഷൻ്റെയും എൻട്രി. എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ആരാണ്? കൺസൈനി. ഇവിടുത്തെ കൺസൈനി ആരാണ്? സുരേഷ്. സെയിം എൻട്രി ആണ്. കൺസൈനിയുടെ എക്സ്പെൻസിന്റെ സെയിം എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സുരേഷ്, അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കൺസൈനി. കമ്മീഷൻ എത്രയാണ്? അറ്റ് 5% ഓൺ സെയിൽസ്. സെയിൽസിന്റെ വാല്യൂ എത്രയാണ്? 25,000. 25,000ന്റെ മുകളിൽ 5% കമ്മീഷൻ. അപ്പോൾ അതായത് സെയിൽസിന്റെ മുകളിൽ കമ്മീഷൻ ഓൺ സെയിൽസ് എന്നാണ് പറയുന്നത്. സെയിൽസിന്റെ മുകളിൽ 5% ആണ്. സെയിൽസിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 5%. അപ്പോൾ ഇവിടുത്തെ സെയിൽസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. 25,000ന്റെ 5% അവർക്ക് കമ്മീഷൻ കിട്ടുന്നത്. കൺസൈനിക്ക് കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു കൺസൈനി, അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സുരേഷ്. ഇവിടുത്തെ കൺസൈനി സുരേഷ് ആണ്. അപ്പോൾ നരേഷ് കമ്മീഷൻ ആയിട്ട് 5% ഓൺ 25,000. 25,000ന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 1,250. 1,250 ആണ് കമ്മീഷന്റെ എമൗണ്ട് വരുന്നത്. ഇനി അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് കൺസൈൻമെന്റിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വരുമ്പോഴുള്ള ജേർണൽ എൻട്രി ആണ്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ കൺസൈനിയുടെ കയ്യിൽ നിന്ന് എത്രയാണ് ബാലൻസ് കിട്ടാനുള്ളത് അത് വരുന്ന ജേർണൽ എൻട്രി ആണ്. അപ്പോൾ ഇത് രണ്ടും എഴുതണമെങ്കിൽ നമുക്ക് എന്താണ്? ലെഡ്ജർ അക്കൗണ്ട്സ് വരക്കണം. അതായത് കൺസൈൻമെന്റിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരക്കുന്ന അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട്? കൺസൈൻമെന്റ് അക്കൗണ്ട്. അതേപോലെ ബാലൻസ് ഡ്യൂ ഫ്രം ദി കൺസൈനി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വരക്കുന്ന അക്കൗണ്ട് ആണ് കൺസൈനിയുടെ അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന രണ്ട് ജേർണൽ എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് ജേർണൽ എൻട്രീസിനുള്ള സ്പേസ് അവിടെ വിടാം. ഓക്കെ, രണ്ട് ജേർണൽ എൻട്രി എഴുതാനുള്ള സ്പേസ് അവിടെ വിട്ട ശേഷം എന്ത് ചെയ്യുക? നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് വരക്കാം. ലെഡ്ജർ അക്കൗണ്ട് വരച്ച ശേഷം കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയാൻ പറ്റൂ. അതേപോലെ കൺസൈനിയുടെ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാലൻസ് ഡ്യൂ ഫ്രം ദി കൺസൈനി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടും വരച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാക്കിയുള്ള ജേർണൽ എൻട്രീസ് എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് ആ രണ്ട് എൻട്രിക്കുള്ള സ്പേസ് അവിടെ വിടാം. ഓക്കെ, ലാസ്റ്റത്തെ പിന്നെ ജേർണൽ എൻട്രി ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. നിർബന്ധമുള്ള കാര്യമല്ല. അത് എന്ത് ചെയ്യുക? വേണമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചിട്ട് എന്ത് ചെയ്യാം? അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റാം. ഇവിടെ ആകെ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരു ഐറ്റം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് വരക്കണമെന്ന് നിർബന്ധമില്ല, അത് ട്രാൻസ്ഫർ ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ ഈ രണ്ട് ജേർണൽ എൻട്രിയിലുള്ള സ്പേസ് അവിടെ വിടുക, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വിടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലെഡ്ജർ അക്കൗണ്ട് വരക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വരക്കേണ്ടത് കൺസൈനറുടെ ബുക്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, കൺസൈനറുടെ ബുക്കിൽ നമ്മൾ രണ്ട് ലെഡ്ജർ അക്കൗണ്ടാണ് മെയിനായിട്ട് വരക്കുന്നത്. ഒന്ന്
കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനും. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് കൺസൈനിയുടെ അക്കൗണ്ട് ആണ്. അത് ബാലൻസ് ഡ്യൂ ഫ്രം കൺസൈനിയുടെ കയ്യിൽ നിന്ന് കൺസൈനർക്ക് എത്രയാണ് ഇനി ബാലൻസ് കിട്ടാനുള്ളത് അത് കണ്ടുപിടിക്കാനുമാണ് കൺസൈനിയുടെ അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പൊ കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ടും കൺസൈനിയുടെ അക്കൗണ്ടും ആണ് നമ്മൾ വരയ്ക്കുന്നത്. അത് വരച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, അക്കൗണ്ട് വരക്കാം. നമുക്ക് ആദ്യം കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കാം. കൺസൈൻമെന്റ് അക്കൗണ്ട് ഓക്കെ, സാധാ ഒരു ലെഡ്ജർ അക്കൗണ്ട് വരക്കുന്ന പോലെ തന്നെയാണ്. ഡെബിറ്റിലും ക്രെഡിറ്റിലും. ഓക്കെ, മതിയോ? ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട് വരക്കാം. ഒന്നുകിൽ നമ്മൾ എഴുതിയ ജേർണൽ എൻട്രി നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കൺസൈൻമെന്റ് അക്കൗണ്ട് നോക്കിയിട്ടുണ്ട്, അതിന്റെ ഫോർമാറ്റ് അത് നോക്കിയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നോക്കുക, നമ്മൾ സാധാരണ ജേർണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ ജേർണൽ എൻട്രി നോക്കിയിട്ടാണ് നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്തായിരുന്നു? അതായത് നമ്മൾ ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ജേർണൽ എൻട്രിയിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ വന്നിരിക്കണം. ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ആ ഒരു ജേർണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ജേർണൽ എൻട്രിയുടെ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് വന്നിരിക്കണം. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ജേർണൽ എൻട്രി എടുക്കുക. അതായത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ എൻട്രി നോക്കിയേ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അതിൽ എന്തുണ്ട്? കൺസൈൻമെന്റ് അക്കൗണ്ട് എന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ ജേർണൽ എൻട്രി? അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് വരും. ടു എന്ന് പറയുമ്പോൾ ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. എത്രയാണ് എമൗണ്ട്? എത്ര രൂപക്കാണ് സെൻഡ് ചെയ്തത്? 20,000 രൂപക്കാണ് സെൻഡ് ചെയ്തത്. ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. രണ്ടാമത്തെ എൻട്രി നോക്കിയേ, എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനറുടെ എക്സ്പെൻസിന്റെ ജേർണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അതും ഏത് അക്കൗണ്ടിൽ വരും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരും. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ടു ക്യാഷ് എന്ന് പറഞ്ഞു വരും. ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ടു ക്യാഷ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് അവിടെ കൂട്ടി കാണിച്ചു. പക്ഷേ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യുക? എടുത്തില്ല. അപ്പോൾ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? പാക്കിംഗ് എത്രയാണ്? 500. ദെൻ ഫ്രൈറ്റ് എത്രയാണ്? 400. ഇൻഷുറൻസ് 600. ടോട്ടൽ 1500. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ജേർണൽ എൻട്രി ആയി. കൺസൈനറുടെ എക്സ്പെൻസിന്റെ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇനി മൂന്നാമത്തെ എൻട്രി നോക്കിയാൽ കൺസൈനിയുടെ എക്സ്പെൻസിന്റെ ജേർണൽ എൻട്രി എന്താ വരിക? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി. അതും ഏത് അക്കൗണ്ടിൽ വരും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരും. ടു കൺസൈനി. അല്ലെങ്കിൽ ടു സുരേഷ് എന്നായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ടു സുരേഷ്. ടു സുരേഷ് എന്ന് പറയുമ്പോൾ ഇത് ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ തന്നെ വരും. ടു സുരേഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയും എക്സ്പെൻസ് ആണ് വരുന്നത്. ഒന്ന് ഗോഡൗൺ റെന്റ്. ഗോഡൗൺ എത്രയാണ്? 100 രൂപ. ദെൻ അതർ എക്സ്പെൻസ് എത്രയാണ്? 300 രൂപ. ടോട്ടല് 400 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം വരുന്ന എൻട്രി എന്താണ്? സെയിൽസിന്റെ എൻട്രിയാണ്. സെയിൽസിന്റെ എൻട്രി എന്താണ്? കൺസൈനി അക്കൗണ്ട് അപ്റ്റഡ് അല്ലെങ്കിൽ സുരേഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസൈൻമെന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. സുരേഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസൈൻമെന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതും ഏത് അക്കൗണ്ടിൽ വരും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരും. പക്ഷെ എങ്ങനെയാ വരിക? ഏത് സൈഡിലാണ് വരിക? സുരേഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസൈൻമെന്റ് എന്നാണ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ സുരേഷ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ സുരേഷ്. സെയിൽസിന്റെ വാല്യൂ ആണ്. എത്ര രൂപക്കാണ് സെയിൽസ് നടക്കുന്നത്? 25,000 രൂപക്കാണ്. ഞാനിവിടെ ജേർണൽ എൻട്രി എഴുതിയിട്ട് നമ്മൾ ഓൾറെഡി വായിച്ചു കളഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ജേർണൽ എൻട്രി നോക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും.
അപ്പോൾ ബൈ സുരേഷ് എൻട്രി എന്താണ്? സുരേഷ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്നാണ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ സുരേഷ് അക്കൗണ്ട് എന്നാണ് വരിക. ബൈ എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ വരും. ബൈ സുരേഷ് അക്കൗണ്ട് എത്രയാണ്? 25,000. ഇനി അടുത്ത എൻട്രി എന്താണ്? കമ്മീഷന്റെ എൻട്രി. കമ്മീഷന്റെ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി, അതായത് കൺസൈനിയുടെ എക്സ്പെൻസിന്റെ അതേ എൻട്രി അല്ലേ? അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ് എന്നാണ് ജേർണൽ എൻട്രി എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് വരും ടു സുരേഷ് എന്ന് വരും. ടു സുരേഷ് എന്ന് പറയുമ്പോൾ ഇത് സൈഡിൽ വരും, ഡെബിറ്റ് സൈഡിൽ വരും. ടു സുരേഷ്. ഇതെന്താണ്? കമ്മീഷൻ ആണ്. കമ്മീഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 25,000ന്റെ എത്രയാണ്? 5%. ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷൻ കണ്ടുപിടിച്ചത്. സെയിൽസിന്റെ 5%. എത്ര വരും? 1250. ഓക്കെ, ഇത്രയല്ലേ നമ്മൾ ജേർണൽ എൻട്രി എഴുതുള്ളൂ. ഇനി നമ്മൾ എഴുതേണ്ട ഒരു എൻട്രി കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടുന്ന എൻട്രിയാണ്. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരുന്ന എന്താണ്? എല്ലാ ഐറ്റവും തീർന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യിച്ചാൽ ഏത് സൈഡാണ് കൂടുതലുള്ളത് നോക്കാം. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? രണ്ടും ടോട്ടൽ ചെയ്യുക. ഡെബിറ്റും ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റും ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്ത് നോക്കിയേ, ഏത് സൈഡാണ് കൂടുതൽ വരുന്നത്? ക്രെഡിറ്റ് സൈഡ് ആണ് അല്ലേ? 25,000. അപ്പൊ ആ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വരുന്ന വാല്യൂ ആണ് രണ്ട് സൈഡിന്റെയും ടോട്ടൽ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. കൂടുതൽ വരുന്ന വാല്യൂ ആണ് രണ്ട് സൈഡിന്റെയും ടോട്ടൽ ആയിട്ട് നമ്മൾ കാണിക്കുക. അപ്പൊ 25,000 ആണ് ടോട്ടൽ നമ്മൾ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ അല്ലേ? 25,000. ഈ 25,000 എന്ത് ചെയ്യുക? ഈ ഓരോ ഐറ്റം ആയിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ടോട്ടൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പൊ എത്രയാണ് നമുക്ക് ഇവിടെ കുറവ് എന്ന് കാണാൻ പറ്റും. അതായത് ഡെബിറ്റ് സൈഡ് ആണല്ലോ ഇപ്പൊ കുറവ്. ഡെബിറ്റ് സൈഡ് ആണ് കുറവെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതായത് ക്രെഡിറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ആണ്. ഡെബിറ്റ് സൈഡ് പൊതുവെ നമ്മുടെ എക്സ്പെൻസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സൈഡ് ആണ് 25,000 രൂപ കൂടി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് സൈഡിനേക്കാൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ടോട്ടലിൽ നിന്ന് ഈ ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 25,000 20,000 കുറക്കുക, 1,500 കുറക്കുക, 400 കുറക്കുക, 1,250 കുറക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,850 രൂപയാണ്. ഇതാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ബാലൻസിങ് ഫിഗറാണ് 1,850. ബാലൻസിങ് എമൗണ്ട് ആണ്. ഇനി ഡെബിറ്റ് സൈഡ് ആണ് കുറവെങ്കിൽ നമുക്ക് കിട്ടുന്നത് കൺസൈൻമെന്റിന്റെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ ജേർണൽ എന്ത് വരും? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ജേർണൽ എൻട്രി വരുന്നത് 1,850 രൂപ. ഇനി ക്രെഡിറ്റ് സൈഡ് ആണ് കുറവെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് ആണ് നമുക്ക് കുറവ് വരുന്നതെങ്കിൽ അവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്ന് വരും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക. ഇവിടെ ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ് 1,850. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മുടെ ജേർണലിലോട്ട് പോസ്റ്റ് ചെയ്യണം. എന്താ വരിക? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് എന്ന് നറേഷൻ കൊടുക്കുക. പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് 1,850 രൂപ. 1,850. ഓക്കെ, അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് നമ്മൾ വരച്ചു, പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വരക്കാൻ പോകുന്നതാണ് കൺസൈനിയുടെ അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ സുരേഷിന്റെ അക്കൗണ്ട് ആണ്. ഇത് നമ്മൾ വരയ്ക്കുന്നത് സുരേഷിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് അജയ്ക്കിന് ക്യാഷ് കിട്ടാനുള്ളത് കണ്ടുപിടിക്കാനാണ് സുരേഷിന്റെ അക്കൗണ്ട് നമ്മൾ വരക്കുന്നത്. സുരേഷ് അക്കൗണ്ട് വരക്കുക. സുരേഷ് അക്കൗണ്ട് സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് പോലെ തന്നെയാണ് സുരേഷിന്റെ അക്കൗണ്ട് വരക്കുക. ഇനി ജേർണൽ എൻട്രിയിൽ സുരേഷ് അക്കൗണ്ട് എന്ന് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ നമ്മൾ എഴുതിയിട്ടുള്ളത് മാത്രമാണ് സുരേഷിന്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജേർണൽ എൻട്രിയിൽ സുരേഷ് അക്കൗണ്ട് എന്ന് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ജേർണൽ എൻട്രിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സുരേഷിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു.
ഫസ്റ്റത്തെ ജേണൽ എൻട്രി നോക്കിയേ, കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ആണ്. അതിൽ സുരേഷ് അക്കൗണ്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സുരേഷിന്റെ അക്കൗണ്ടിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് എക്സ്പെൻസ് വരുന്ന എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അതിലും സുരേഷ് അക്കൗണ്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതും നമ്മൾ എടുക്കണ്ട. മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് കൺസൈൻഡ് എക്സ്പെൻസ് ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ് അക്കൗണ്ട് ആണ്. അതിൽ സുരേഷ് അക്കൗണ്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സുരേഷിന്റെ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്യണം. അതെങ്ങനെ വരും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ് എന്നായിരുന്നു. അപ്പോൾ സുരേഷിന്റെ അക്കൗണ്ട് എന്ന് വരും ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് വരും. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ടു സുരേഷ് എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ചെയ്ത 400 രൂപ സുരേഷിന്റെ അക്കൗണ്ട് വരുന്ന സമയത്ത് എന്ത് വരും? ബൈ കൺസൈൻമെന്റ് എന്ന് വരും. എത്രയാണ്? 400 രൂപ. എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ് എന്നുള്ളതാണ്. അപ്പൊ സുരേഷിന്റെ അക്കൗണ്ടിൽ ബൈ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് എത്ര രൂപ കാണിക്കണം? 400 രൂപ നമ്മൾ കാണിക്കണം. അതാണ് മൂന്നാമത്തെ ജേണൽ എൻട്രി. ഇനി നാലാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? സെയിൽസിന്റെ എൻട്രി ആണ്. സെയിൽസിന്റെ എൻട്രി എന്തായിരുന്നു? സുരേഷ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്നാണ്. അപ്പോൾ അത് സുരേഷിന്റെ അക്കൗണ്ടിൽ വരുമല്ലേ? സുരേഷ് അക്കൗണ്ട് എന്ത് വരും? സുരേഷ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് എന്നാണ്. അപ്പം സുരേഷിന്റെ അക്കൗണ്ട് എന്ത് വരും? ടു കൺസൈൻമെന്റ്. ടു കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ടു കൺസൈൻമെന്റ്. സുരേഷിന്റെ അക്കൗണ്ടിൽ ടു കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എമൗണ്ട്? 25,000 ആണ് എമൗണ്ട് വരിക. ഓക്കെ, നമ്മുടെ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ബൈ സുരേഷ് എന്ന് പറഞ്ഞ് 25,000 കാണിച്ചിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സുരേഷിന്റെ അക്കൗണ്ടിൽ ടു കൺസൈൻമെന്റ്. അവിടെ ക്രെഡിറ്റ് സൈഡ് ആണ്, ഇവിടെ ഡെബിറ്റ് സൈഡ് വരും. ഒരിക്കലും സുരേഷിന്റെ അക്കൗണ്ടിൽ സുരേഷ് അക്കൗണ്ട് എന്നുള്ളത് വരില്ല. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഒരിക്കലും കൺസൈൻമെന്റ് അക്കൗണ്ട് ഒന്നും വരില്ല. അപ്പോൾ എന്ത് വരും? സുരേഷിന്റെ അക്കൗണ്ടിൽ ടു കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് 25,000 രൂപ. എൻട്രി സുരേഷ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെന്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മീഷന്റെ എൻട്രി ആണ്. കമ്മീഷന്റെ എൻട്രി എന്തായിരുന്നു? എക്സ്പെൻസിന്റെ സെയിം എൻട്രി ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ് എന്നാണ്. അപ്പോൾ സുരേഷിന്റെ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ കൺസൈൻമെന്റ് എന്ന് വരും. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്താണത് കാണിച്ചത്? ടു സുരേഷ് എന്ന് പറഞ്ഞാൽ 1250 രൂപ കാണിച്ചിട്ടുണ്ട്. അതേ എൻട്രി സുരേഷിന്റെ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ കൺസൈൻമെന്റ്. കാരണം എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു സുരേഷ് എന്നാണ്. അപ്പോൾ സുരേഷിന്റെ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ കൺസൈൻമെന്റ് എന്ന് വരും. ബൈ കൺസൈൻമെന്റ് എത്രയാണ് വരിക? 1250 രൂപ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി പ്രോഫിറ്റിന്റെ എൻട്രി നോക്കിയേ. കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ സുരേഷ് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ സുരേഷിന്റെ അക്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുക. സുരേഷിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25,000 ആണ്. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ കൂടുതലുള്ള 25,000 എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് കുറക്കുക. 400ഉം 1250 രൂപയും കുറക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് 23,350 ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. 25,000 നിന്ന് 400ഉം 1250ഉം കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് 23,350 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതുക. അവിടെ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതുക. ഇനി ഇത് സുരേഷിന്റെ കയ്യിൽ നിന്ന് അജയ്ക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് അല്ലേ? അജയുടെ കയ്യിലേക്ക് സുരേഷിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാനുള്ള എമൗണ്ട്, കിട്ടാനുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് അത് ക്യാഷ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് അജയുടെ ബുക്കിലാണ് നമ്മൾ ഈ പറയുന്ന ജേണൽ എൻട്രി ലെഡ്ജറൊക്കെ നമ്മൾ കാണിക്കുന്നത്. അജയുടെ ബുക്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അജയ്ക്ക് ക്യാഷ് കിട്ടാനില്ല. ക്യാഷ് കിട്ടുമ്പോൾ വരുന്ന ജേണലിന് ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്തായിരിക്കും വരിക? ക്യാഷ് അക്കൗണ്ട് അപ് ടു സുരേഷ് അക്കൗണ്ട്. സുരേഷിന്റെ കയ്യിൽ നിന്നാണ് കിട്ടാനുള്ളത്. ക്യാഷ് അക്കൗണ്ട് അപ് ടു സുരേഷ് അക്കൗണ്ട് എന്നുള്ളതാണ് ജേണൽ എൻട്രി വരിക. അജയുടെ ബുക്സിൽ എഴുതുമ്പോൾ അജയ്ക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടാനുള്ളതാണ്. സുരേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുള്ളതാണ്. ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു സുരേഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസിങ് ഫിഗറിന് നേരെ നമ്മൾ കാണിക്കേണ്ടത് ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അത് നമ്മൾ ജേണലിലും പോസ്റ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് അപ് ടു സുരേഷ് അക്കൗണ്ട് എന്ന് പോസ്റ്റ് ചെയ്യുക. എമൗണ്ട് എത്രയാണ് വരിക? 23,350 ആണ് എമൗണ്ട് വരിക. ക്യാഷ് അക്കൗണ്ട് അപ് ടു സുരേഷ് അക്കൗണ്ട് 23,350 ആണ് എമൗണ്ട് വരിക. ഈ എമൗണ്ട് എന്ന് പറയുന്നത് സുരേഷിന്റെ കയ്യിൽ നിന്ന്
അജയ്ക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്. ബാലൻസ് ഡ്യൂ ഫ്രം അജയ് ആണ് 23,350 എന്ന് പറയുന്നത്. നറേഷൻ കൊടുക്കുക, ബാലൻസ് ഡ്യൂ ഫ്രം അജയ്ന്ന് നറേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് കൺസൈൻമെന്റ് അക്കൗണ്ടും സുരേഷ് അക്കൗണ്ടും വരക്കുന്നത്. ഇത് വരച്ച ശേഷം കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. സുരേഷ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ സുരേഷിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് അജയ്ക്ക് കിട്ടാനുള്ള എമൗണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം നമുക്ക് കൺസൈനിയുടെ ബുക്കിലെ ജേർണൽ എൻട്രി ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം ഇതേ ക്വസ്റ്റിന് നമുക്ക് കൺസൈനിയുടെ ബുക്കിലെ ജേർണൽ എൻട്രീസും കൺസൈനിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ടും വരക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.